നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തമിഴ്നാട് മുഖ്യമന്ത്രി കുമാരി ജയലളിതയുടെ വേർപാട്. നീലേശ്വരത്ത് തമിഴ് മക്കളുടെ മൗനജാഥ. കറൻസി നിരോധനം. ബിജെപി ഡിജിറ്റൽ ബാങ്കിംഗ് ബോധവൽക്കരണം തുടങ്ങി. വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കല്യാൺ റോഡിലെ വിനോദ് കുമാറിന് സഹായങ്ങൾ എത്തുന്നു. ജില്ലാ ശരീര സൗന്ദര്യ മത്സരം 8-ന് പടന്നക്കാട്ട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഷഷ്ഠി ഉത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. വാർത്തകൾ വിശദമായി. ജയലളിതയുടെ നിര്യാണം. നീലേശ്വരത്ത് തമിഴ് മക്കൾ മൗനജാഥ നടത്തി. தமிழினத்துக்கே நல்லது செய்த புரட்சித் தலைவி அம்மா அவர்களுக்கு எங்களால் മൗന അഞ്ജലി ചെലുത്തുന്നു. തൊഴിൽ തേടി വർഷങ്ങൾക്ക് മുമ്പ് നീലേശ്വരത്തെത്തി പിന്നീട് ഇവിടെ സ്ഥിരതാമസമാക്കിയ തമിഴ് കുടുംബങ്ങളാണ് മൗനജാഥയിൽ അണിനിരുന്നത്. നീലേശ്വരം കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നാണ് മൗനജാഥ പുറപ്പെട്ടത്. അമ്മ വിടവാങ്ങി എന്നെഴുതിയ ബോർഡിന് പിന്നിലായി കറുത്ത കൊടികളുമേന്തി തമിഴ് മക്കൾ അണിനിരന്നിരുന്നു. മുത്തു, മാൽദുരൈ, മണിവാസം, വിജയരാജി, കാളി, ലക്ഷ്മി, മനോജ് എന്നിവർ നേതൃത്വം നൽകി. இறந்துட்டாங்க. அப்போ இதனால் நாங்கள் கேரளாவில் காசர்கோடு ஜில்லாவில் நீலேஸ்வரம் நகரசபையில் ஒரு 200-300 ஆள்கள் இருக்கோம். இப்போ எல்லாருக்குமே இது தெரியப்படுத்தலை. இப்போ குறைஞ்சது ஒரு 100 ஆள் இது பங்கெடுத்துருக்கோம். அம்மாவுடைய ஆத்மா சாந்தி அடைவதற்கு வேண்டி நாங்கள் செய்யும் ஒரு മൗന അഞ്ജലി. നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ മൗനജാഥ സമാപിച്ചു. NKBM AUP സ്കൂളിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന കൂറ്റൻ ഫ്ലക്സ് ബോർഡിന് മുന്നിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തിയ ശേഷമാണ് തമിഴ് മക്കൾ തിരിച്ചുപോയത്. കറൻസി പ്രശ്നത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ ബാങ്കിംഗ് ബോധവൽക്കരണവുമായി BJP രംഗത്ത്. 1 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ സ്വന്തം അക്കൗണ്ടിൽ നിന്നും മറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റാവുന്ന ഡിജിറ്റൽ ബാങ്കിംഗ് ബോധവൽക്കരണവുമായാണ് BJP രംഗത്തിറങ്ങിയത്. കേരളത്തിൽ 3.25 കോടി ജനങ്ങളിൽ 1.82 കോടി പേർക്കാണ് മൊബൈൽ ഫോണും ബാങ്ക് അക്കൗണ്ടും ഉള്ളത്. മുഴുവൻ പേർക്കും മൊബൈൽ ഫോണും അക്കൗണ്ടും ആയാൽ 3 മാസം കൊണ്ട് പേപ്പർ കറൻസി ഇല്ലാതാകുമെന്ന് ക്ലാസ് എടുത്ത സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അസിസ്റ്റന്റ് മാനേജർ ശരൺ വിശദീകരിച്ചു. കാസർഗോഡ് സംഘടിപ്പിച്ച ബോധവൽക്കരണം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ കമ്മിറ്റിയെ അഭിനന്ദിക്കുകയാണ്. കാരണം വലിയ ദുരന്തത്തിൽ നിന്ന് വരാൻ പോകുന്ന നമ്മുടെ ഭാവി പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ വ്യാപാര മേഖലയിൽ അല്ലെങ്കിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒരു പരിധിവരെ ഇതിൽ നിന്ന് മോചനം കിട്ടാൻ സഹായിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴത് ഒക്കെ പറയാനുള്ളത് നമുക്ക് കേവലം ഇതൊരാൾ മാത്രം ഇതിന് കാര്യമില്ല. ഇത് ഇവിടുത്തെ 10,000-കണക്കിന് ആളുകൾക്ക് ആശങ്കയിലാണ് എല്ലാവരും എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച്. മൊബൈൽ സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ അറിയുന്ന ആൾക്കാർ വളരെ കുറവാണ്. എങ്കിലും അത്തരം ആളുകളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ കാസർഗോഡ് ജില്ലയിലായാലും 10,000-കണക്കിന് ആളുകൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ അവർക്കൊക്കെ ഒരു അവയർനെസ് മീറ്റിംഗ് സംഘടിപ്പിച്ചുകൊണ്ട് ഇത് ആ രീതിയിലേക്ക് മാറ്റാൻ കഴിയണം. BJP ജില്ലാ പ്രസിഡന്റ് K. ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗം MN പ്രസാദ്, BJP സംസ്ഥാന സമിതി അംഗം P. ബാലകൃഷ്ണ ഷെട്ടി, K. സത്യനാഥ്, ഗിരീഷ്, നാരായണ പൂജാരി, ചെന്നിക്കര തുടങ്ങിയവർ സംസാരിച്ചു. ഇരുവൃക്കകളും തകരാറിലായ വിനോദ് കുമാറിന്റെ ചികിത്സയ്ക്കായി നാട്ടുകാർ കൈകോർക്കുന്നു. ചികിത്സാ സഹായം കൈമാറി. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന കല്യാൺ റോഡ് ചെമ്പിലോട്ട് താമസിക്കുന്ന കേബിൾ TV ഉടമ വിനോദ് കുമാറിനെ സഹായിക്കാൻ സുഹൃത്തുക്കളും നാട്ടുകാരും ഒത്തുചേർന്ന് സ്വരൂപിച്ച സഹായധനം കൈമാറി. ഉണ്ണിപ്പീടിക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിനോദ് കുമാർ ചികിത്സാ സഹായ നിധിയുടെ നേതൃത്വത്തിൽ RMS ബസ് ഒരു ദിവസം ഓടിയ പണവും നാട്ടുകാരിൽ നിന്ന് ശേഖരിച്ച തുകയുമാണ് കൈമാറിയത്. വാർഡ് കൗൺസിലർ അജയകുമാർ നെല്ലിക്കാട്ട് സഹായം കൈമാറി. B. നാരായണൻ, K. ബാലകൃഷ്ണൻ, മുരളി, തമ്പാൻ നായർ, പ്രകാശൻ, ഗംഗാധരൻ, KV ബാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു.
ജില്ലാ ശരീര സൗന്ദര്യ മത്സരം ഡിസംബർ 8-ന് പടന്നക്കാട് ഗോൾഡൻ ജിം പരിസരത്ത് വെച്ച് നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 2016-17 വർഷത്തെ ജില്ലാ ശരീര സൗന്ദര്യ മത്സരം ഡിസംബർ 8-ാം തീയതി പടന്നക്കാട് ഗോൾഡൻ ജിം പരിസരത്ത് വെച്ച് നടക്കും. കാസർഗോഡ് ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷനും പടന്നക്കാട് ഗോൾഡൻ ജിംനേഷ്യവും സംയുക്തമായാണ് മത്സരം ഒരുക്കുന്നത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗത്തിലാണ് മത്സരം നടക്കുക. 3 വിഭാഗങ്ങളിലും മിസ്റ്റർ കാസർഗോഡിനെ തെരഞ്ഞെടുക്കും. മാസ്റ്റേഴ്സ് വിഭാഗത്തിനായി 40 വയസ്സിന് മുകളിലാണ് മത്സരങ്ങൾ നടക്കുക. കാസർഗോഡ് ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് പടന്നക്കാട്ട് മേൽപ്പാലത്തിൻ്റെ അടിയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വ്യാഴാഴ്ച 8-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ബഹുമാനപ്പെട്ട തൃക്കരിപ്പൂർ MLA ശ്രീ M. രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ MK വിനോദ് കുമാർ, തുളസീധരൻ, PP രഘുനാഥ്, സത്യൻ പടന്നക്കാട്, നാരായണൻ P, ബാബു കുന്നത്ത്, ഷെരീഫ്, രാജേഷ്, ചന്ദ്രശേഖരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. അതിയാമ്പൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവത്തിന് സമാപനമായി. വിവിധ പൂജകൾ നടന്നു. അതിയാമ്പൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ടി മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. വിവിധ പൂജകൾ ഭക്തിയുടെ നിറവിൽ നടന്നു. നിരവധി ആളുകൾ ചടങ്ങിന് സാക്ഷിയാവാൻ എത്തി. വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. തിടമ്പ് നൃത്തം അരങ്ങേറി. വാഴക്കോട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. ക്ഷേത്രതന്ത്രി ഇരവൽ കേശവതന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് ഷഷ്ടി മഹോത്സവം നടന്നത്. പതിനായിരക്കണക്കിന് വർഷങ്ങളായിട്ട് നിലനിന്ന് വന്നത് ആദ്യമൊക്കെ വാമൊഴിയിലായിരുന്നു. ഈ വരമൊഴി വന്നതിന് ശേഷം നമുക്കിപ്പോൾ ക്ഷേത്ര കാര്യങ്ങളൊക്കെ ക്ഷേത്രങ്ങൾക്ക് തന്ത്രിമാരൊക്കെ പറഞ്ഞ ചെമ്പോല ഉണ്ടായി. ചെമ്പോല, അതായത് ആ ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും ചെമ്പിൻ്റെ ഓലയിലുണ്ടാക്കി, കാരണം നശിക്കാത്തൊരു സാധനത്തിലുണ്ടാക്കി. അപ്പോൾ ഇന്ന് പുസ്തകങ്ങൾക്ക് ഏകദേശം ഈ പറഞ്ഞ പോലെ ചെമ്പോലയുടെ ഒരു സ്ഥാനം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചേ പറ്റും. വിവിധ പൂജകൾ ഭക്തിയുടെ നിറവിൽ നടന്നു. നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിക്കാനായി എത്തി. ഹരിത കേരളം പദ്ധതിക്കായി കാഞ്ഞങ്ങാട് നഗരസഭ ഒരുങ്ങുന്നു. തരിശുരഹിത നഗരസഭയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ VV രമേശൻ പറഞ്ഞു. നവകേരള മിഷൻ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭയിലും വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു. തരിശുരഹിത നഗരസഭയാക്കുന്നതിനായി പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി നഗരസഭാ ചെയർമാൻ VV രമേശൻ പറഞ്ഞു. ഡിസംബർ മാസം 8-ാം തീയതി നവകേരള മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഹരിത കേരളം പരിപാടി കേരളത്തിൽ യാഥാർത്ഥ്യമാകുമ്പോൾ കാഞ്ഞങ്ങാട് നഗരസഭയിൽ വിവിധങ്ങളായ പരിപാടികളാണ് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. തരിശുരഹിതമായ ഒരു നഗരസഭയായി കാഞ്ഞങ്ങാടിനെ മാറ്റാൻ നഗരസഭ തന്നെ മുൻകൈയെടുത്തുകൊണ്ട് പതിറ്റാണ്ടുകളായി തരിശായി കിടക്കുന്ന കാരാട്ട് വയലിനെ കൃഷിയോഗ്യമാക്കാനും മറ്റ് സ്ഥലങ്ങളിലെല്ലാം സന്നദ്ധ സംഘടനകളെ കൊണ്ടും കൃഷിക്കാരെയും കോർത്തിണക്കിക്കൊണ്ട് പൂർണ്ണമായും തരിശുരഹിതമായ നഗരസഭയാക്കി നമ്മുടെ നഗരസഭക്കകത്ത് നെൽകൃഷി ഉൾപ്പെടെയുള്ള മറ്റ് പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള എല്ലാ കൃഷികൾക്കും ഈ പ്രാവശ്യം മുൻഗണന കൊടുത്തുകൊണ്ട് കൃഷി വകുപ്പിൻ്റെയും നഗരസഭയുടെയും സഹകരണത്തോടുകൂടി കാഞ്ഞങ്ങാടിനെ പൂർണ്ണമായും കാർഷിക മേഖലയാക്കി മാറ്റാനുള്ള പ്രവർത്തനമാണ് 8-ാം തീയതി തുടക്കം കുറിക്കുന്നത്. വിവിധ വാർഡിനകത്ത് അന്ന് ജനങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. നഗരസഭയെ പ്ലാസ്റ്റിക് മാലിന്യം മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും. പതിറ്റാണ്ടുകളായി തരിശിട്ട് കിടക്കുന്ന കാരാട്ടുവയലിലാണ് നെൽകൃഷി ഇറക്കുന്നത്. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. കോട്ടച്ചേരി മേൽപ്പാലത്തിന്റെ പണി ഉടൻ ആരംഭിക്കണമെന്നാവശ്യം. ഡിവൈഎഫ്ഐ ബല്ല വെസ്റ്റ് മേഖലാ സമ്മേളനം നടന്നു. ഡിവൈഎഫ്ഐ ബല്ല വെസ്റ്റ് സമ്മേളനം കാഞ്ഞങ്ങാട് ഗാർഡർ വളപ്പിലായിരുന്നു നടന്നത്. പ്രസാദ് പയ്യന്നൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ 1980-ലാണ് DYFI എന്ന യുവജന സംഘടന പിറന്നു വീണത്. DYFIയുടെ രൂപീകരണ സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഒരു ചർച്ച ആദ്യകാല നേതാക്കൾക്കിടയിൽ വന്നു. രൂപീകരണ സമ്മേളനം എവിടെ വെച്ച് നടത്തും? രാജ്യത്തെ ഏതാണ്ട് എല്ലാ സംസ്ഥാനത്തെയും പ്രതിനിധികൾക്ക് പങ്കെടുക്കേണ്ട സമ്മേളനമാണ്. അത് ഡൽഹിയോ ബോംബെയോ കൽക്കട്ടയോ പോലുള്ള മെട്രോപൊളിറ്റൻ നഗരത്തിൽ വെച്ച് നടത്തുന്നത് എല്ലാവർക്കും എത്തിച്ചേരാൻ സൗകര്യമായിരിക്കുമെന്ന നിർദ്ദേശങ്ങൾ പല കോണുകളിൽ നിന്ന് വന്നു. പക്ഷെ ആദ്യകാല നേതാക്കൾ തീരുമാനിച്ചത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ട് തന്റെ യൗവനകാലത്ത് തന്നെ ജീവൻ ബലിയർപ്പിച്ച ധീര രക്തസാക്ഷി വിപ്ലവകാരി ഭഗത് സിംഗിന്റെ നാടായ പഞ്ചാബിൽ വെച്ച് നടത്താം എന്നാണ് തീരുമാനിച്ചത്. അപ്പൊ അടുത്ത ചർച്ച വന്നു, പഞ്ചാബിൽ എവിടെ വെച്ച് നടത്തും? ഭഗത് സിംഗിന് ജന്മം നൽകിയതും ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയതും ലാഹോർ എന്ന് പറയുന്ന നാട്ടില. ആ ലാഹോർ ഇന്ത്യ വിഭജനം നടന്നപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായി. അപ്പൊ ഭഗത് സിംഗിന്റെ നാട്ടിൽ വെച്ച് സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിക്കുമ്പോ പഞ്ചാബിൽ എവിടെ വെച്ച് നടത്തുമെന്ന ചർച്ച വന്നു. അപ്പോ കണ്ടെത്തിയ ഉത്തരം, ഭഗത് സിംഗിന് മുമ്പേ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിച്ച ധീര വിപ്ലവകാരി ഗദർ വിപ്ലവകാരി കർത്താ സിംഗ് സരഭയുടെ ജന്മഭൂമിയായ ലുധിയാനയിൽ വെച്ച് നടത്താം എന്നാണ്. അങ്ങനെ 1980 നവംബർ 1, 2, 3 തീയതികളിൽ അനശ്വര വിപ്ലവകാരി രക്തസാക്ഷി ഭഗത് സിംഗിന്റെ നാടായ പഞ്ചാബിൽ കർത്താ സിംഗ് സരഭ എന്ന ഉജ്ജ്വല രക്തസാക്ഷിയുടെ ജന്മഭൂമിയായ ലുധിയാനയിൽ വെച്ചാണ് DYFI എന്ന യുവജന സംഘടന പിറന്നു വീണത്. നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. മേഖലാ പ്രസിഡന്റ് ഷൈജു അധ്യക്ഷനായി. സുബിൻ കുന്നുമൽ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. സുദീപ് അത്തിരിക്കൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. N. ഗോപി, പ്രദീപ് മരക്കാപ്പ്, വിപിൻ കാറ്റാടി, KT കുഞ്ഞുമുഹമ്മദ്, വിജിന, ഹരിത തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയുണ്ടായി. സേതു കുന്നുമലിനെ സെക്രട്ടറിയായും ഷൈജുവിനെ പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. കോട്ടച്ചേരി മേൽപ്പാലത്തിന്റെ പണി ഉടൻ ആരംഭിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. പടന്നക്കാട് നാഷണൽ ക്ലബിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് ഒരുക്കിയത്. പടന്നക്കാട് നാഷണൽ ക്ലബ്ബും മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയും സംയുക്തമായി സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബോധവൽക്കരണ ക്ലാസും നടന്നു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരനെ പിടിപെട്ടാൽ എങ്ങനെ ജീവിക്കും, എങ്ങനെ ചികിത്സിക്കും എന്ന് പറയാൻ കഴിയില്ല. കാരണം അത്രയും ഒരു കോഴ്സിന് 6000 രൂപയായിരുന്നു 2-3 കൊല്ലം മുമ്പ് വില, ഒരു മരുന്നിൻ്റെ വില. ഇന്ന് ആ മരുന്നിൻ്റെ വില എത്തിയത് 1,12,000 ഒരു കോഴ്സിൻ്റെ വില. അതുകൊണ്ടാണ് എല്ലായിടത്തും ചികിത്സാ കമ്മിറ്റികൾ വരുന്നത്. ആർക്കും മരുന്ന് വാങ്ങാൻ കഴിയില്ല. ചികിത്സാ സഹായ കമ്മിറ്റികൾ ഇന്ന് രൂപീകരിക്കപ്പെടുന്നു. അവർക്ക് വേണ്ടി വാഹനം ഓടുന്നു. അന്നത്തെ കളക്ഷൻ ഈ ചികിത്സാ ചെലവിലേക്ക് കൊടുക്കുന്നു. ഇതെല്ലാം നമ്മൾ ചുറ്റുപാടും കാണുകയാണ്. കാരണം സാധാരണക്കാരന് മരുന്ന് വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മരുന്നിന്റെ വില നിശ്ചയിക്കാനുള്ള അധികാരം നമ്മുടെ കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നത് മരുന്ന് കമ്പനിക്കാരന് തന്നെ. നഗരസഭ വൈസ് ചെയർപേഴ്സൺ L. സുലൈഖ അധ്യക്ഷയായി. അബ്ദുൾ റഹ്മാൻ, അബ്ദുള്ള, മനു, അനീഷ്, സുരേഷ്, അഷ്കർ അലി, റാഷിദ്, ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഏകദിന പഠന ക്ലാസ് നടന്നു. നിക്കോൺ ക്യാമറയെക്കുറിച്ചാണ് പഠന ക്ലാസ് നടന്നത്. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഫോട്ടോഗ്രാഫർമാർക്കായി ബോധവൽക്കരണ ക്ലാസ് നടന്നു. ബേക്കൽ ഇന്റർനാഷണൽ ഹോട്ടലിൽ നടന്ന പഠന ക്ലാസ്സിൽ നിക്കോൺ ടെക്നീഷ്യൻ ഐസക് ക്ലാസ് എടുത്തു. KPV ജില്ലാ സെക്രട്ടറി V. സുരേഷ് സംസാരിച്ചു. അതിയാമ്പൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഭക്തിയുടെ നിറവിൽ വിളക്കുപൂജ നടന്നു. കാസർഗോഡ് തത്വാനന്ദജി സ്വാമികൾ വിളക്കുപൂജയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. അതിയാമ്പൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വിളക്കുപൂജ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. തത്വാനന്ദജി സ്വാമികളുടെ കാർമ്മികത്വത്തിലാണ് വിളക്കുപൂജ നടന്നത്. കൃഷ്ണൻ മാസ്റ്റർ, B. സുകുമാരൻ, KV രാജേഷ് തുടങ്ങിയവർ വിളക്കുപൂജയ്ക്ക് നേതൃത്വം നൽകി. 100 കണക്കിന് ആളുകൾ വിളക്കുപൂജയിൽ പങ്കെടുക്കാനെത്തി. സ്ത്രീകൾ ചെറുവത്തൂർ കുവലിലെ പൊതുവിതരണ കേന്ദ്രം ഉപരോധിച്ചു. റേഷൻ കാർഡിലെ മുൻഗണനാ പട്ടികയിലെ അപാകത ആരോപിച്ചായിരുന്നു വീട്ടമ്മമാർ നടത്തിയ മിന്നൽ സമരം. ഞായറാഴ്ച വൈകിട്ട് യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് ചെറുവത്തൂരിലെ ഒരു കൂട്ടം വീട്ടമ്മമാർ കോവലിലെ പൊതുവിതരണ കേന്ദ്രം ഉപരോധിച്ചത്.
മുൻഗണനാ പട്ടികയിലെ അപാകം മൂലം അർഹതപ്പെട്ടവർക്ക് സൗജന്യ റേഷൻ ലഭിക്കാത്തതിനാലാണ് വീട്ടമ്മമാർ പ്രതികരിച്ചത്. ചെറുവത്തൂർ കോവലിലെ 223 നമ്പർ പൊതുവിതരണ കേന്ദ്രത്തിലായിരുന്നു പ്രതിഷേധ സമരം. മുമ്പ് BPL ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ മുൻഗണനാ പട്ടികയിൽ നിന്നും പുറത്തായെന്നും 2 നില വീടും കാറടക്കമുള്ള മോട്ടോർ വാഹനമുള്ളവരാണ് ഇപ്പോൾ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ട് സൗജന്യ റേഷൻ വാങ്ങുന്നതെന്നും സ്ത്രീകൾ ആരോപിച്ചു. എല്ലാവർക്കും ഒരുപോലെ കിട്ടണം. ഇവിടെ ഒരാൾ BPL APL വേണ്ട, അത് അർഹതയില്ലാത്തവരാണ് ഇവിടെ വാങ്ങുന്നത്. അതുകൊണ്ട് അത് ഒരേക്കറ സ്ഥലമില്ലാളും പിന്നെ മറ്റേ ഇതെല്ലാം ഇല്ലവരാണ് ഇവിടുന്ന് വാങ്ങുന്നത്. അതുകൊണ്ട് 5 വണ്ടിയും കാറും ലോറിയും അതെല്ലാം ഒഴിവാക്കിയിട്ട് എല്ലാവർക്കും ഒരുപോലെ തരട്ടെ. അല്ലെങ്കിൽ അതുവരെ ഇവിടെ ഓരോ വീട്ടിൽ അന്വേഷിക്കാൻ പോയിട്ടില്ല. റേഷൻകാരനല്ല ഈ സമരത്തിന്, റേഷൻകാരക്കാരും നമുക്ക് അനുകൂലമല്ല. റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ഒരാൾക്ക് 4 കിലോഗ്രാം അരിയും 1 കിലോഗ്രാം ഗോതമ്പുമാണ് പൊതുവിതരണ കേന്ദ്രം വഴി ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. പൊതുവിദ്യാലയങ്ങളിൽ മികവുറ്റ നിലയിൽ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി സർവശിക്ഷ അഭിയാന്റെ ഇംഗ്ലീഷ് പരിശീലനം. ഹലോ ഇംഗ്ലീഷ് എന്ന പേരിലുള്ള പരിശീലന പരിപാടിക്ക് ചെറുവത്തൂർ BRCയിൽ തുടക്കമായി. അധ്യാപകർക്കായുള്ള ഹലോ ഇംഗ്ലീഷ് പരിശീലനത്തിന്റെ ഉദ്ഘാടകനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരമണിക്കൂർ നീണ്ട ഉദ്ഘാടന പ്രസംഗം ഇംഗ്ലീഷിൽ. സർവശിക്ഷാ അഭിയാൻ ചെറുവത്തൂർ BRCയിൽ സംഘടിപ്പിച്ച 5 നാൾ നീണ്ട പരിശീലനത്തിന്റെ തുടക്കത്തിലാണ് ഉദ്ഘാടകനും റിട്ടയർഡ് പ്രധാനാധ്യാപകനുമായ പെലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ അധ്യാപകരുടെ കയ്യടി നേടിയത്. പൊതുവിദ്യാലയങ്ങളിൽ മികവുറ്റ നിലയിൽ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുക എന്ന ലക്ഷ്യമുയർത്തിയാണ് സർവശിക്ഷാ അഭിയാൻ പ്രൈമറി അധ്യാപകർക്കായി 5 നാൾ നീളുന്ന ഹലോ ഇംഗ്ലീഷ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. organized manner throughout Kerala, and I learned that the training program is scheduled for 5 days continuously, and a special thing is that there's a school visit. I learned that the trainees altogether visit the schools and they ചെറുവത്തൂരിലെ ആദ്യ ബാച്ച് 42 അധ്യാപകരാണ് ഉള്ളത്. ട്രൈ ഔട്ട് ക്ലാസുകൾ, പഠനോപാധികളും പഠനോപകരണങ്ങളും തയ്യാറാക്കൽ, നാടകം, കഥ, കവിത തുടങ്ങിയവയുടെ അവതരണം, ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാനുള്ള അധ്യാപകരുടെ ശേഷി വർദ്ധിപ്പിക്കൽ തുടങ്ങിയവയാണ് പരിശീലനം പകരുന്നത്. SSA ജില്ലാ പ്രോഗ്രാം ഓഫീസർ PP വേണുഗോപാലൻ പദ്ധതിയുടെ തീം സോങ് പുറത്തിറക്കി. BPO K നാരായണൻ അധ്യക്ഷനായിരുന്നു. BRC ട്രെയിനർമാരായ PV ഉണ്ണിരാജൻ സ്വാഗതവും P വേണുഗോപാലൻ നന്ദിയും പറഞ്ഞു. ഹോസ്ദുർഗ് BPO V മധുസൂദനൻ, PV വിനോദ് കുമാർ, P രാജഗോപാലൻ, C ഷൈജു എന്നിവർ ക്ലാസ് എടുത്തു. TS തിരുമുമ്പ് അനുസ്മരണവും കവിതാ പുരസ്കാര സമർപ്പണവും ചന്തേര ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. KC ലക്ഷ്മണൻ കവിതാ പുരസ്കാരം ഏറ്റുവാങ്ങി. പാടുന്ന പടവാൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവിയും വിപ്ലവകാരിയുമായിരുന്ന TS തിരുമുമ്പിനെ അനുസ്മരിച്ചത് പുരോഗമന കലാസാഹിത്യ സംഘം തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി, EMS സാംസ്കാരിക വേദി ആൻഡ് ഗ്രന്ഥാലയം ചന്തേര എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു. M രാജഗോപാലൻ MLA അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മംഗലാപുരത്തോ കോഴിക്കോടോ ഒക്കെ തന്നെ പോകാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായി. പക്ഷേ അമ്മാവന്മാരുടെ നിസ്സഹകരണം മൂലം അതിന് സാധിച്ചില്ല എന്നുള്ളതാണ് നാം വായിച്ചെടുക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് സഹയാത്രികയും സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായ കാർത്യായനിക്കുട്ടിയമ്മയുടെ തിരുമുമ്പ് സ്മരണ ആ പുസ്തകം വായിച്ച ആളുകളായിരിക്കും പല ആളുകളും ഈ സദസ്സിലും വേദിയിലുള്ളത്. വളരെ ആവേശോജ്വലവും വികാരനിർഭരവും രാഷ്ട്രീയ സാംസ്കാരിക പൊതുരംഗത്തെല്ലാം ഇടപെടൽ നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്ക് ഏറെ പഠിക്കാനുള്ള ഒരു ഗ്രന്ഥമാണ്. K ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. CM വിനയചന്ദ്രൻ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം വാസു ചോറോഡിൽ നിന്നും KC ലക്ഷ്മണൻ അവാർഡ് സ്വീകരിച്ചു. എതിർദിശാ മാസിക പത്രാധിപർ PK സുരേഷ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. രവീന്ദ്രൻ കൊടക്കാട്, C നാരായണൻ എന്നിവർ സംസാരിച്ചു. C വിജയൻ സ്വാഗതവും M പ്രകാശൻ നന്ദിയും പറഞ്ഞു. വയലാർ ട്രാക്ക് ഗാനാലാപന മത്സരവും തുറന്നു നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തമിഴ്നാട് മുഖ്യമന്ത്രി കുമാരി ജയലളിതയുടെ വേർപാട്, നീലേശ്വരത്ത് തമിഴ് മക്കളുടെ മൗനജാഥ. കറൻസി നിരോധനം, BJP ഡിജിറ്റൽ ബാങ്കിംഗ് ബോധവൽക്കരണം തുടങ്ങി.
വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കല്യാൺ റോഡിലെ വിനോദ് കുമാറിന് സഹായങ്ങൾ എത്തുന്നു. ജില്ലാ ശരീര സൗന്ദര്യ മത്സരം 8-ന് പടന്നക്കാട്ട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഷഷ്ടി ഉത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.